ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം രാവിലെ ചെയ്തു പോന്നാൽ കുടിലും കൊട്ടാരമാകും എന്ന് പറഞ്ഞാൽ അതുപോലൊരു പരിവർത്തനം ജീവിതത്തിൽ ഉണ്ടാകും, വലിയ മാറ്റം ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഏതൊരാൾക്കും ചെയ്തു പോകാവുന്ന കാര്യമാണ്. ഫലം ശരിയായിട്ട് ചെയ്യുന്നവർക്ക് ഫലം ഉറപ്പാണ്. ശരിയായിട്ട് ചെയ്യുന്നവർക്ക് ഒരു സംശയം വേണ്ട, ചെയ്തവർക്കൊക്കെ ഗുണം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് യോഗാ ദിനമാണ്. അപ്പോൾ മുരുകൻ്റെ ഒരു രഹസ്യ യോഗവിദ്യയും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അത് വേറെ ആരും മുരുകനെക്കുറിച്ച് ഒക്കെ ആണെങ്കിലും പല കാര്യങ്ങൾ ധാരാളം ആളുകൾ നമുക്ക് പലയിടത്തും നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പലരും പറയും ഇതാരും പറഞ്ഞു തരത്തില്ല, ഇതാർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള നിഗൂഢമായ മുരുകൻ്റെ ഒരു യോഗവിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. സിമ്പിളാണ്, പക്ഷെ അത് ചെയ്താൽ മുരുകനെ നിങ്ങൾ അറിയും, ഒരു സംശയം വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ലഭിക്കും. ഞാൻ മുരുകൻ്റെ ഉപാസകയായ ഒരു അമ്മയ്ക്ക് ഞാനതിപ്പം പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പറഞ്ഞു തന്നേക്കാമെന്ന് വിചാരിച്ചു. മുരുകൻ്റെ ഉപാസകയായ ഒരു അമ്മ എന്നെ തേടി വന്നു. സമയമില്ല, പക്ഷേ എങ്കിലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു കൊടുത്തു. ആ മുരുകവിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം ആ അമ്മ അതിന് അർഹയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്കും പ്രയോജനം ലഭിക്കും. വീഡിയോ മുഴുവൻ കാണുക. അപ്പം ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും വാട്സപ്പിൽ എടുക്കുന്ന വർക്കുകൾ തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. അതിങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹസ്തരേഖ സംഖ്യ ജ്യോതിഷം ഗ്രഹനില ഇതാണ് ഞാൻ നോക്കുന്നത്. വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്യും. ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ഒരാൾ വിളിക്കേണ്ട നല്ല ജപിക്കേണ്ട നല്ല മന്ത്രങ്ങൾ, അതിൻ്റെ ക്രമം, അതിൻ്റെ രഹസ്യം, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, എവറിത്തിങ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും. എന്നിട്ട് എല്ലാവരെയും വർക്ക് ചെയ്യാനോ എല്ലാവർക്കും വാട്സപ്പ് റിപ്ലൈ ചെയ്യാനോ പറ്റത്തില്ല. കുറച്ച് ആളുകളിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. അത് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഇട്ടാൽ മതി, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് സാഹചര്യം പറഞ്ഞത്. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. ഈ മുരുകൻ്റെ ഞാൻ ഈ പറയുന്ന രഹസ്യവിദ്യ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഇതാരും പറഞ്ഞു തരത്തില്ല, ഒരിടത്തുനിന്നും കിട്ടത്തുമില്ല. എവിടെ നിങ്ങൾ അന്വേഷിച്ചാലും ഞാനീ പറഞ്ഞു തരുന്ന കാര്യം കിട്ടത്തില്ല. കാരണം നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് ഏറ്റവും മുരുകനെ അറിയുന്നൊരു വിദ്യയാണ്. സ്വയം ഉള്ളിൽ മുരുകനെ അറിയുന്നൊരു വിദ്യയാണ്. ചെയ്ത് നോക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. രാവിലെ നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കേണ്ടത് 4-നും 4:45 ഇടയിൽ ഈ വിദ്യ ചെയ്യണം. രാവിലെ ഒരു 4:30 ആകുമ്പോൾ എഴുന്നേറ്റു. 4 മണി എന്നുള്ള പോട്ടെ, 4:30 ആകുമ്പോൾ എഴുന്നേറ്റാൽ മതി. 4:30-ക്കും 4:45 ഈ വിദ്യ ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങളിത് കേട്ടുകൊണ്ട് ഈ സമയത്തിൽ നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ടത്. ഇത് നിങ്ങൾ മുഴുവൻ കേൾക്കുക. ഞാൻ പറഞ്ഞൊരു കുറച്ച് ദിവസത്തേക്കെങ്കിലും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. വലിയ മാറ്റം ഉണ്ടാകും. കുറച്ച് ഞാനൊരു ദിവസത്തിൻ്റെ കണക്ക് പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അത്ര ദിവസത്തേക്കെങ്കിലും 4:30-ക്ക് എഴുന്നേറ്റ് 4:30-ക്കും 4:45 വിദ്യ ചെയ്യുക. ഈ ഒരു വലിയ മാറ്റം വരും. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുമെങ്കിൽ ചെയ്താൽ മതി, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നിങ്ങളെ പ്രത്യേകം ഒരു കാര്യമൊക്കെ സാധിക്കുന്നതിനൊക്കെ ഉപകരിക്കരുത്. അപ്പം ഇത് ജീവിതം അടിമുടി മാറ്റുന്ന കാര്യമാണ് കേട്ടോ. ജീവിതം എന്നേക്കുമായി മാറ്റുന്ന കാര്യമാണ്. 4:30-ക്കും 4:45 ഇടയ്ക്ക് രാവിലെ ഇത് ചെയ്യണം. 4:30-ക്ക് എഴുന്നേക്കണം. എഴുന്നേറ്റ് കൈയും കാലും മുഖവും കഴുകുക, കുളിക്കുകയൊന്നും വേണ്ട. എന്നിട്ട് നിങ്ങളുടെ വലത് കൈയിൽ ഒരു നുള്ളി വെള്ളം ഇറ്റിച്ച് 2 കൈയും കൂട്ടി തിരുമ്മി കിഴക്കോട്ട് ഇരുന്നോ അല്ലെങ്കിൽ നിന്നോ എങ്ങനെ വേണേലും സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. ഇത് ജപിക്കുമ്പോൾ നിങ്ങളുടെ ഈ ഭാഗത്ത് നെറ്റിയുടെ അവിടെ ഒന്ന് ശ്രദ്ധിച്ച് അവിടെ ഒരു ചുമന്ന പ്രകാശത്തെ ധ്യാനിച്ച് ജപിക്കുക. സർവമംഗളമംഗല്യേ, കൈകൾ ഇങ്ങനെ പിടിക്കുക. ഇരുന്നുകൊണ്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ നിന്നുകൊണ്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഇത്രയും മതി. ഇതൊരു 10 മിനിറ്റ് അല്ലെ 1 മിനിറ്റ് നിങ്ങൾ രാവിലെ ഈ സമയത്ത് ചെയ്യുക.
എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങാനൊന്നും പോകരുത്. അത് കഴിഞ്ഞ് വേണം നിങ്ങൾക്ക് വ്യായാമം ചെയ്യാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങൾ ചെയ്യാം. കുളിച്ചിട്ട് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടക്കണം കേട്ടോ. ഇതൊരു നിങ്ങളൊരു 11 ദിവസം തുടർച്ചയായിട്ട് ചെയ്ത് നോക്കുക. 11 ദിവസം. ബാക്കി നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും. നിങ്ങളെ ഒരു സമയദോഷവും ബാധിക്കത്തില്ല. നിങ്ങൾ ഒരിടത്ത് പോകുന്നതിന് രാഹുകാലം ഒന്നും നോക്കണ്ട. പിന്നെ അതിനപ്പുറത്തുള്ളൊരു വിദ്യ പറഞ്ഞു തരുന്നത്. ഒരു സമയദോഷം ബാധിക്കത്തില്ല, കാലദോഷം ബാധിക്കത്തില്ല. തടസ്സങ്ങളെല്ലാം മാറും. സമ്പത്ത് വരും, സമാധാനം വരും, ഐശ്വര്യം വരും, എവരിത്തിങ് ഉണ്ടായി വരും. അപ്പോൾ ഒരു നുള്ളു വെള്ളം വലത് കൈയിൽ, ഒരു നുള്ളു വെള്ളം മതി വലത് കൈയുടെ ഉള്ളം കൈയിലോട്ട് ഇറ്റിച്ചിട്ട് അത് രണ്ടും കൂടെ കൂട്ടി തിരുമിയിട്ട് നിങ്ങളുടെ കൈകൾ ഇങ്ങനെ വെച്ച് ഇരുന്നുകൊണ്ടോ നിന്നുകൊണ്ടോ ചെയ്യാം. ഇരിക്കുകയാണെങ്കിൽ ഒരു പുൽപ്പായില വലിയിരുന്നാൽ നല്ലതാണ്. കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നിങ്ങളുടെ നെറ്റിയുടെ ഇവിടെ ഒരു ചുമന്ന പ്രകാശം ധ്യാനിച്ച് കണ്ണടച്ചുകൊണ്ടോ കണ്ണ് തുറന്നുകൊണ്ടോ ചെയ്യാം. അതിനകത്ത് കുഴപ്പമില്ല. ചുവന്ന പ്രകാശം ധ്യാനിച്ച് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഇത്രയും മതി, കൂടുതലൊന്നും വേണ്ട. ഇത് 1 മിനിറ്റ് ജപിക്കാം, അല്ലെ 10 മിനിറ്റ് ജപിക്കാം, മതി. 4:30-നും 4:45-നും ഇടയിലുള്ള സമയത്ത് 4:45 കൊണ്ട് നിർത്തണം. എന്നിട്ട് കുളിച്ചിട്ട് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടക്കാം. പിന്നെ കിടന്നുറങ്ങാൻ പോകരുത്. ഇത് ദിവസവും ചെയ്യുക. ഒരു 11 ദിവസം ചെയ്ത് നോക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കുക. വലിയ മാറ്റം ഉണ്ടാകും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ കാലക്കേട് എന്നുള്ളൊരു സംഭവം അങ്ങ് മാറി നിൽക്കും. നിങ്ങളൊന്നും ഇപ്പം നിങ്ങൾക്ക് രാഹുകാലോ സമയമോ ഒന്നും അവിടെ വിഷയമല്ല ഇനിയും വരുന്ന. പിന്നെ നിങ്ങൾക്ക് എവിടെ പോയാലും വിജയങ്ങളുണ്ടാകും. എന്ത് ചെയ്താലും വിജയിക്കും. സമ്പത്ത് വരും, ഐശ്വര്യം വരും, കാലദോഷങ്ങൾ മാറും. അൾട്ടിമേറ്റായിട്ടുള്ളൊരു വിദ്യ പറഞ്ഞായിരുന്നു. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും നിവൃത്തി ഉണ്ടാകും. വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യം നടക്കും. ഇനി 11 ദിവസം നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ 41 ദിവസം ഇത് കണ്ടിന്യൂ ചെയ്യുക. ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നും ബാധകമല്ല കേട്ടോ. എന്ത് ചോദിച്ചാലും ആളുകൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ശുദ്ധി അശുദ്ധി ഉള്ളവർക്ക് ചെയ്യാവുന്നു. ശുദ്ധി അശുദ്ധി ഒന്നും, അതൊക്കെ നമ്മളുടെ ഒരു മനസ്സിനെ അല്ലെങ്കിൽ ബോധത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പ്രപഞ്ചത്തിനെ അതൊന്നും ബാധകമല്ല. ഇതൊക്കെ ദേവിയാണ്, പ്രകൃതിയാണ്, അമ്മയുടെ വിദ്യയാണ്. ഇതിൻ്റെ അകത്ത് ഒരു ശുദ്ധി അശുദ്ധിയില്ല. പിന്നെ ഇത് വെളുപ്പിനെ ചെയ്യുമ്പോൾ നമ്മൾ ആഹാരശുദ്ധി അല്ലെങ്കിൽ മറ്റുള്ള ശുദ്ധികൾ ഇതെല്ലാം ഈ വെളുപ്പിനെ നമ്മൾ എഴുന്നേക്കുന്ന സമയത്ത് നമുക്കുണ്ട്. നമ്മൾ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ആഹാരമാണേലും ഇപ്പോൾ നമ്മൾ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നവർ അത് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശുദ്ധമായ മനസ്സും ശുദ്ധമായ ശരീരവും ബോധവുമാണ്. അതാണ് വെളുപ്പിനെയുള്ള പ്രാർത്ഥനയ്ക്കുള്ള പ്രത്യേകത. മനസ്സിലാകുന്നുണ്ടോ? അവിടെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആർക്കും ചെയ്യാം. സ്ത്രീകൾക്കും ചെയ്യാം, പുരുഷന്മാർക്കും ചെയ്യാം, ദുഷ്ടനും ചെയ്യാം, നല്ലവനും ചെയ്യാം, പാപം ചെയ്തവനും ചെയ്യാം, നല്ലവനും ചെയ്യാം, ആർക്കും പുണ്യാത്മാവിനും ചെയ്യാം, ഏത് ദുഷ്ടനും ചെയ്യാം, ആർക്കും ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? പണക്കാരനും ചെയ്യാം, പാവപ്പെട്ടവനും ചെയ്യാം, കഴിവുള്ളവനും ചെയ്യാം, കഴിവില്ലാത്തവനും ചെയ്യാം, ആർക്കും ചെയ്യാം. ഇനി വയ്യാഴികമുള്ളവർ, ഇപ്പം ശാരീരികമായിട്ട് വൈകല്യങ്ങളൊക്കെ ഉള്ളവരെ, അല്ലെങ്കിൽ ശാരീരിക കൈ കാലിൻ്റെ സ്വാധീനക്കുറവുകൾ, അവർക്കൊക്കെ ആർക്കും ചെയ്യാം. എല്ലാവരും ചെയ്താൽ മാറ്റം ഉണ്ടാകും. ഇതൊരു നല്ല കാര്യമാണ്. പറഞ്ഞാൽ മനസ്സിലാകും. ഇനി കച്ചവടം, ബിസിനസ്സുകാർ, ഇപ്പോൾ ഒരു ലോട്ടറി കച്ചവടമാണ്, അല്ലെങ്കിൽ ഒരു കടയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സെയിൽസ്മാനാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡോക്ടർ, എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു വക്കീൽ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ, അല്ലെങ്കിൽ സിനിമാക്കാരൻ എന്ന് വേണ്ട ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും. ഇത് ദിവസേന ചെയ്തു പോന്നാൽ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനും അപ്പുറത്തുള്ള ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഈ സമയത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുക. 4:30-നും 4:45-നും ഇടയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഒരുപാട് മാറ്റങ്ങൾ. ഈ സമയം പ്രകൃതി ഉണരുന്ന സമയമാണ്. ആ ഒരു പ്രകൃതി ഉണരുമ്പോഴുള്ള ആ ഒരു ഉണർവ് നമ്മുടെ ബോധത്തിലേക്കും വരും. പിന്നെ നമ്മൾ ഈ വെളുപ്പിനെ 4:30 ആകുമ്പോൾ നമ്മൾ ആഹാരങ്ങൾ വേറെ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ. അത് കഴിഞ്ഞ ആഹാരം കഴിക്കുന്നത്. മനസ്സ് ശുദ്ധമാണ്, ശരീരം ശുദ്ധമാണ്, എല്ലാം ശുദ്ധമാണ്. കാരണം നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. മനസ്സ് ഫ്രഷാണ്. അത് വേറൊരു സമയത്തും ആ ഒരു ശുദ്ധബോധം കിട്ടത്തില്ല. അതുകൊണ്ടാണ് വെളുപ്പിനെ ഈ സമയത്ത് ചെയ്യാൻ പറഞ്ഞത്. ഈ 4:30-നും 4:45-നും ഇടയിലുള്ള സമയത്തിന് പ്രത്യേകതയുണ്ട്. ഏത് കാര്യവും നടക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. ഞാൻ പറഞ്ഞു ചെയ്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തിയ ആളുകളുണ്ട്.
പണ്ടൊരിക്കലും ഒരമ്മ എൻ്റെ അടുത്ത് വന്നു. അവർ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് നേരിട്ട് നോക്കുന്ന ഒരു സമയമായിരുന്നു, അന്ന് സമയം ഉണ്ടായിരുന്നു. ഒരമ്മ വന്ന് ആ അമ്മയുടെ മോനെ ഭയങ്കര കൂട്ടുകെട്ടും പിന്നെ ലഹരി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു, പിന്നെ വഴക്ക് ബഹളം എല്ലാം എല്ലാവരുമായിട്ട് വഴക്ക് പ്രശ്നം എല്ലാമാണ്. അപ്പോൾ അവർ ഒരു അന്യമതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ അന്യമതസ്ഥരാണെങ്കിലും അവരോട് ഞാൻ അവരുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനേ പറയത്തുള്ളൂ, അല്ലാതെ ഞാൻ അങ്ങനെയുള്ള കാര്യമേ പറയത്തുള്ളൂ. കാരണം അവരുടെ സ്വാതന്ത്ര്യമാണ്, നമ്മൾ അതിനെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവർ പള്ളിയിലെല്ലാം പോയി പ്രാർത്ഥിച്ച് അവർക്ക് എന്നിട്ടും ഒരു മാറ്റമായിട്ട് വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, പറയുന്നത് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ചെയ്യാം. കാരണം അതുപോലെ ആ പയ്യൻ നല്ലതായിട്ട് പഠിച്ച ഒരു പയ്യനാണ്. അവൻ നാട്ടിൽ നിന്ന് കൂട്ടുകെട്ടുമായി അവന് ജോലിക്കും പോകണ്ട, അവനൊന്നും വേണ്ട, അവന് ലഹരിയൊക്കെ ഉപയോഗിച്ച് അങ്ങ് വഴക്കും ബഹളവുമായിട്ട് നടക്കുക. അപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യാമെങ്കിൽ ഞാൻ വഴിയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളത് ശരിയായിട്ട് ചെയ്താൽ ഡെഫിനറ്റാണ് ഫലം, അത് ഉറപ്പാണ്. പക്ഷെ അത് നിങ്ങൾ ചെയ്യുന്ന പോലെ ഇരിക്കും, അത്രയും കേട്ടൊരാവശ്യമുണ്ടോ ചെയ്യുക. വഴി ഞാൻ പറഞ്ഞുതരാം. ഉടനെ ചോദിച്ചു എന്നാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെളുപ്പിനെ 4:30 4:45 ഇടയ്ക്ക് എഴുന്നേറ്റ് ഇതുപോലെ അവരുടെ വിശ്വാസപ്രകാരമുള്ള ഈശ്വരനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവർ വിളിക്കുന്ന ഏത് ഈശ്വരനാണ് അവരെ വിളിച്ചാൽ മതി, 4:30 എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചു. ഒരു മാസം എടുത്തെന്ന് തോന്നുന്നു. അവരുടെ മോനെ ഈ കൂട്ടുകെട്ടെല്ലാം ഉപേക്ഷിച്ച് അവനെ വെളിയിൽ പോയി ജോലിയായി അവിടുന്ന് അവന് കാനഡയിലോ അവിടെ കണ്ടുകൊണ്ട് പോവുകയാണ്. ഭയങ്കരമായിട്ട് മാറി ജീവിതം. അവരെപ്പോഴും എന്നെ എവിടെ വെച്ച് കണ്ടാലും ആ ഒരു സ്നേഹം അവർക്കുണ്ട്. കാരണം വലിയൊരു ചേഞ്ചാണ് അതുകൊണ്ടായത്. ഈ വിദ്യ ഞാൻ പറഞ്ഞു കൊടുത്ത്, അല്ല വേറൊന്നുമല്ല പറഞ്ഞു കൊടുത്ത്, ഫല ഉറപ്പാണ്, സംശയം വേണ്ട അതിനകത്ത്. ചെയ്തവർക്കൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായല്ലോ. ഏത് മേഖലയുള്ളവർക്കും ചെയ്യാം, എത്ര ദുഷ്ടനും ചെയ്യാം, എത്ര പാപിക്കും ചെയ്യാം, എത്ര പുണ്യാത്മാവിനും ചെയ്യാം, എത്ര കഴിവില്ലാത്തവർക്കും ചെയ്യാം, എത്ര കഴിവുള്ളവർക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. മനസ്സിലായല്ലോ. ഇതിൽ കൂടുതൽ ഇതേക്കുറിച്ച് വിവരിക്കാൻ സാധിക്കത്തില്ല. പരമാവധി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പരമാവധി വിശദമായിട്ടാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇനി മുരുകൻ്റെ രഹസ്യവിദ്യയിലേക്ക് വരാം. മുരുകൻ്റെ രഹസ്യവിദ്യ യോഗാദിനമായ ഇന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. യോഗാദിനമായതുകൊണ്ടല്ല പറഞ്ഞു തരുന്നത്. ഇന്ന് ഞാനൊരു അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു, മുരുക ഉപാസക. അപ്പോൾ നിങ്ങൾക്കൂടെ പറഞ്ഞു തന്നേക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. യോഗാദിനമാണെന്ന് പറഞ്ഞ് ഒരു ദിവസം യോഗ ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. യോഗ എന്ന് പറഞ്ഞാൽ അത് എന്നും ചെയ്യണം. അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാഗമാകുമ്പോഴാണ് നിങ്ങൾക്കത് ഫലമുണ്ടാകുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ, നിങ്ങളുടെ ഓരോ ദിവസത്തിൻ്റെയും, നിങ്ങളുടെ ചര്യയുടെ, അങ്ങനെ നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് ഫലമുണ്ടാകുന്നത്. അത് എന്നും ചെയ്യണം. പിന്നെ ഏതൊരു കാര്യവും ശരിയായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് ശരിയായ ഫലം ഉണ്ടാകത്തുള്ളൂ. യോഗ പ്രാണായാമമൊക്കെ ഇന്ന് ഒരുപാട് നമ്മൾക്ക് എവിടെ നോക്കിയാലും കേൾക്കാൻ അതേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറഞ്ഞു, നല്ലത് കാണും അല്ലാത്തത് കാണും. പക്ഷേ ശരിയായിട്ട് കാര്യം ഏത് മനസ്സിലാക്കിയെടുത്താലും റിസൾട്ട് കിട്ടും. പറഞ്ഞാൽ മനസ്സിലാവുന്നു. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ എവിടെ നിന്നാണേലും അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം. നമ്മളൊരു തെറ്റായ വഴിയിൽ പോയി കഴിഞ്ഞാൽ ശരിയായ ഡെസ്റ്റിനേഷനിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കരുത്. ശരിയായ ഒരു വഴിയിൽ പോയാലേ ശരിയായ ഡെസ്റ്റിനേഷനെ എത്തത്തുള്ളൂ. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വഴി തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ മുരുകൻ്റെ രഹസ്യവിദ്യ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങളുടെ വയറിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് മുരുക എന്ന് ഒന്ന് ഉച്ചരിക്കുക വാഗുണ്ട്. അപ്പോൾ ഈ വയറിനുള്ളിൽ നിന്നൊരു ചെറിയൊരു ഊർജം അല്ലെങ്കിൽ ഒരു പ്രകാശം നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗം വരെ വരുന്നതായിട്ട് സങ്കല്പിക്കുക. അതായത് അപാനൻ പ്രാണനിലേക്ക് വരികയാണ്. അപാനൻ വയറിനുള്ളിലെ നമ്മുടെ മലശോധനകളെ സഹായിക്കുന്ന ഒരു പ്രാണനാണ്. ഈ അപാനൻ വയറിനുള്ളിൽ നമ്മളൊരു പ്രകാശം സങ്കല്പിച്ച് കണ്ണു തുറന്ന് വാഗുകൊണ്ട് മുരുക എന്ന് ജപിക്കും. മുകളിലോട്ടൊരു ഒരു പ്രവാഹം ഉണ്ടാകും ഊർജത്തിൻ്റെ. അത് നെഞ്ചി വന്ന് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നെഞ്ചിലാ പ്രാണൻ. അപ്പോൾ അപാനനിൽ നിന്നും പ്രാണനിലേക്ക് ഒരു സഞ്ചാരം ഉണ്ടായി ഊർജത്തിൽ. എന്നിട്ട് വീണ്ടും ഈ നെഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ മുരുക എന്ന് ഉച്ചരിക്കുമ്പോൾ അത് വിശുദ്ധിയിൽ തൊണ്ടക്കുഴി വന്ന് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് വീണ്ടും മുരുക എന്ന് ഉച്ചരിക്കുമ്പോൾ അത് നിങ്ങളുടെ നെറ്റിയിൽ ഇവിടെ വന്ന് നെറ്റിക്കുള്ളിൽ ഈ ആജ്ഞാചക്രത്തിൽ വന്ന് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അവിടുന്ന് മുരുക എന്ന് വീണ്ടും ഒന്ന് ഉച്ചരിക്കുമ്പോൾ ഇത് സഹസ്രാരത്തിലേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കുക. അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യയാണ്.
ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും നാലും കൂടുന്ന ജംഗ്ഷനിലാണ്. നെറ്റി എന്നുള്ളത് ഞാൻ സാധാരണക്കാർ ചെയ്യുമ്പോൾ നെറ്റി സങ്കല്പിച്ചാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? ഇതിൻ്റെ രഹസ്യം നമ്മളുടെ ആ ഉള്ളിലെ ആ പ്രാണൻ, അല്ലെ ചൈതന്യം, അല്ലെ ആ അപാനനിൽ നിന്നും ആ വയറ്റിൽ നിന്നും മുകളിലേക്ക് പ്രാണനിലേക്ക് വരുന്നു, നെഞ്ചിലേക്ക് വരുന്നു. നെഞ്ചിൽ നിന്നും വിശുദ്ധിയിലേക്ക് വരുന്നു. വിശുദ്ധി പ്രധാന ഒരു ഭാഗമാണ്. തൊണ്ടയ്ക്കുള്ളിലുള്ള ഭാഗമാണ് വിശുദ്ധി. അപ്പോൾ വിശുദ്ധി ആ ചക്രമാണ്. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ തൊണ്ടക്കുഴിക്കുള്ളിൽ വിശുദ്ധി എന്ന് പറഞ്ഞ ചക്രം ഉണ്ടെന്ന് സങ്കല്പിക്കുക. വിശുദ്ധി ചക്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ വിശുദ്ധി ചക്രത്തിൽ നേരെ നമ്മൾ സങ്കല്പിക്കുകയാണ്. എവിടെ വരുന്നു? നമ്മുടെ ആജ്ഞയെ വരുന്നു. സങ്കല്പമാണത്. ആജ്ഞയെന്ന് നേരെ മുരുകാന്ന് വീണ്ടും ഉച്ചരിക്കുന്നു. സഹസ്രാർത്ഥി ഉച്ചി വരുന്നു. ഒരു കമ്പനം, അല്ലെങ്കിൽ ഒരു ചെറിയ ഊർജ്ജപ്രവാഹം. ഇത് നിത്യേന നിങ്ങൾ രാവിലെയോ വൈകിട്ടോ അല്പനേരം, അര മിനിറ്റ് ചെയ്താലും മതി. 1 മിനിറ്റ് പോലും ചെയ്യണ്ട. ചെയ്തു പോന്നാൽ നിങ്ങളുടെ ഈ സങ്കല്പം യാഥാർത്ഥ്യമായി തീരും. ശരിക്കും ഊർജ്ജപ്രവാഹം ഉണ്ടാകും. അത് അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യയാണ്. പ്രാണൻ മുകളിലേക്ക് സഞ്ചരിക്കുന്നതാണ് ഏറ്റവും അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യ. മനസ്സിലാകുന്നുണ്ടോ? പ്രാണൻ മുകളിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് അപാനനെ പ്രാണനിൽ കൊണ്ടുവന്ന് ലയിപ്പിച്ചു. ആ പ്രാണനെ മുകളിലോട്ട് നമ്മൾ സങ്കല്പിച്ച് ഉച്ചി വരെ എത്തിക്കുകയാണ്. 1/2 മിനിറ്റ് ചെയ്താൽ മതി. പിന്നെ ഇത് ചെയ്യാമെന്നുള്ളവർ, താല്പര്യമുള്ളവർ, നിങ്ങൾക്ക് ചെയ്തിട്ടൊരു നല്ല ഗുണമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അല്ലാത്തവർ ചെയ്യേണ്ട. ഞാൻ പറഞ്ഞതെന്നൊരു നല്ല കാര്യമാണ്. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം, പലരും ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് കംഫർട്ടാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക. ആവശ്യമുള്ളവർ ചെയ്യുക. അല്ലെങ്കിൽ അതിന് ഒരു മാനസികമായും ശാരീരികമായിട്ടും താല്പര്യമുള്ളവർ ചെയ്യുക. ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ മെച്ചമുള്ളവർ, അല്ലെങ്കിൽ അതിനൊരു താല്പര്യമുള്ളവർ ചെയ്യുക. അല്ലാത്തവർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു കൊടുത്തവർക്കുണ്ടായ അനുഭവം, എൻ്റെ അനുഭവമായ ഒരു നിഗൂഢ വിദ്യ പറഞ്ഞു തന്നത്. മുരുകൻ്റെ അനുഗ്രഹം അവിടെ ഉണ്ടായിരിക്കും, സംശയമില്ല. ഇത് ആരും ഒരിക്കലും, മുരുകനെക്കുറിച്ച് പലതും പറഞ്ഞു തരാൻ പറ്റും. മുരുകൻ്റെ രഹസ്യങ്ങളും അല്ലെങ്കിൽ മുരുകൻ്റെ ശക്തിയും ഒക്കെ പറയാം. പക്ഷേ മുരുകനെ നിങ്ങളുടെ ഉള്ളിൽ അറിയുന്ന, നിങ്ങളുടെ ഉള്ളിൽ മുരുകനെ അനുഭവിക്കുന്ന ഈ വിദ്യ വേറെ ഒരിടത്തും ഇതുപോലെ ആരും പറഞ്ഞു തരികയില്ല. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവൊന്നുമല്ല, മുരുകൻ്റെ അനുഗ്രഹമാണെന്ന് വിചാരിക്കുക. എനിക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹം കൊണ്ട്, ഒരുപക്ഷെ എൻ്റെ മുൻജന്മ പ്രവർത്തികൾ കൊണ്ടായിരിക്കും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രഹസ്യം കൂടെ പറഞ്ഞുതരാം. രാമമന്ത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ളൊരു മന്ത്രമാണ് രാമമന്ത്രം. അപ്പോൾ രാമ എന്നുള്ള ആ 2 അക്ഷരം തന്നെ ഏറ്റവും ശക്തിയുള്ളതാണ്. ആ രാമമന്ത്രത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. രാമമന്ത്രത്തിൻ്റെ രഹസ്യം, രാമ എന്ന് ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണ് ഊർജ്ജപ്രവാഹം ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഇതേ രീതിയിൽ തന്നെയാണ്. അപാനനിൽ നിന്നും പ്രാണനിലേക്കാണ് ഊർജ്ജം സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് രാമ എന്ന് ജപിച്ചാൽ മോക്ഷം കിട്ടുന്നതും രാമൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതും വലിയ അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ രഹസ്യം അതാണ്. അതുപോലാണ് മുരുകനും. കാരണം മാ എന്നുള്ള അക്ഷരം തന്നെയാണ് രു, മായും രായുവ. മുരുക എന്ന് പറഞ്ഞാൽ അത് മായും രായുവ. ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞു വിളിച്ചാൽ, മുരുകനെ വിളിച്ചാൽ, സത്യമായി ഞാൻ പറയുന്നു, ഭഗവാൻ നിങ്ങൾക്ക് എല്ലാം നൽകും. എവരിത്തിങ്. ഞാൻ പറയുന്നത് വെളിയിലുള്ള മുരുകനെ നിങ്ങൾ വിളിക്കുന്ന കാര്യമല്ല, നിങ്ങളുടെ ഉള്ളിൽ മുരുകനെ അനുഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞു തരുന്നത്. അതിനപ്പുറത്തൊരു വിദ്യയില്ല. നിൻ്റെ ഉള്ളിൽ ഈശ്വരനെ അറിയുന്നതാണ് ദ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സെനത്തായിട്ടുള്ള വിദ്യ. അങ്ങനെ അറിയുമ്പോഴാണ് നീ ശരിക്കും മാറുന്നത്. അങ്ങനെ അറിയുമ്പോഴാണ് നീ ഈശ്വര തുല്യനാകുന്നത്. അങ്ങനെ അറിയുമ്പോഴാണ് നിന്റെ ഉള്ളിലെ ഈശ്വരീയത പരിപൂർണതയിലെത്തുന്നത്. നിൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ അനുഭവിക്കുമ്പോഴാണ്. നമുക്ക് വെളിയിലും പ്രാർത്ഥിക്കുക, അത് നല്ലത് തന്നെയാണ്, നല്ലതല്ലെന്നല്ല പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ ആ ഈശ്വരനെ കാണുമ്പോഴാണത് അദ്വൈതത്തിലേക്ക് വരുന്നത്. അപ്പോഴാണ് സ്വയം മറന്ന് ചെയ്യാൻ പറ്റുന്നത്. സ്വയം മറന്ന് ചെയ്യുമ്പോഴാണ്, ഞാനെന്നുള്ള ഭാവമില്ലാതാകുമ്പോഴാണ്
ആ ഈശ്വരൻ്റെ സർവ്വഗുണങ്ങളും നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആകും. കാരണം ഊർജാസ് എല്ലാം കണക്റ്റഡാണ്. എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ എല്ലാം കണക്റ്റഡാണ്. അത് പ്രകൃതി നിയമമാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആകും. മുരുകൻ്റെ എനർജി ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിക്കും. അങ്ങനെ ഉള്ളിലുള്ള വിദ്യയെ പറഞ്ഞു തരുന്നു. ഇപ്പം ഇത് ഇന്ന് മുരുകോപാസകയായ ഒരു അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കും പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഒരിക്കലും ഒരു സിദ്ധവിദ്യാർത്ഥിക്ക് ഞാൻ മുരുകൻ്റെ ചട്ടമ്പിസ്വാമി ഉപയോഗിച്ച ഒരു നിഗൂഢ മന്ത്രം പറഞ്ഞു കൊടുത്താൽ മനസ്സ് നിറഞ്ഞ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ എനിക്ക് ഭഗവാന്റെ പല കാര്യങ്ങളും ഒക്കെ ഒരു പറയാനുള്ളൊരവസരം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്കെല്ലാം നല്ല പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് പറഞ്ഞു തരുന്നത്. ക്രിയാകുണ്ടലിലെ പ്രാണായാമം സ്വീകരിക്കാൻ സാധിച്ചു. ശിവൻ്റെ വിദ്യകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇതുപോലെയുള്ള സൂക്ഷ്മങ്ങളായ കാര്യങ്ങൾ ഗ്രഹിക്കാനും ചെയ്യാനും ഒക്കെ ജീവിതത്തിൽ അവസരം ഉണ്ടായിട്ടുണ്ട്. ഭഗവാന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ശിവഭഗവാന്റെ. അപ്പം ഇതെല്ലാം നിങ്ങൾക്കെല്ലാം നന്മ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരു കാര്യം റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യുക. നല്ല കാര്യങ്ങളുടെ പുറകെ എപ്പോഴും പോവുക. ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരനെ കാണാൻ ശ്രമിക്കുന്നതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിദ്യ. വെളിയിലും ഭഗവാനെ തൊഴാം, നല്ലത് തന്നെയാണ്. ഉള്ളിലും കാണാൻ ശ്രമിക്കണം അതോടൊപ്പം. ഇപ്പം നമ്മൾ വേറൊരാളിലേക്ക് ഇപ്പം വേറൊരാൾ ഒരു ദിവ്യതയെ പ്രാപിച്ച ഒരു പുണ്യാത്മാവ്, നമ്മൾ അവരെ പുകഴ്ത്തി അല്ലെ അവരെ ഭജിക്കുക, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതുകൊണ്ടല്ല നമ്മൾ മാറുന്നത്. നമ്മൾ മാറണമെങ്കിൽ അവർ ചെയ്ത വിദ്യ അത് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ മാറുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നു. നമ്മളിപ്പോൾ എവിടെ ഒരു പുണ്യാത്മാവിൻ്റെ കഥ കേട്ടാലും നമ്മൾ വിചാരിക്കുന്നത് അവരെ കുറേ എപ്പോഴും സ്തുതിക്കുക, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മാറ്റം വരും. നമുക്ക് ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ വരും. നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അവർ ചെയ്ത ആ വിദ്യ ചെയ്യണം. അതുകൊണ്ട് അവരായി തീർന്നത്. അവരുടെ ഗുരു ആ വിദ്യ പറഞ്ഞു കൊടുത്ത് അത് ചെയ്തുകൊണ്ട് അവരായി തീർന്നത്. വിദ്യയിലൂടെ മാറത്തുള്ളൂ. നിങ്ങളിപ്പം കുറേ സ്തുതികൾ പ്രാർത്ഥിക്കുക, അതൊക്കെ നല്ലതാണ്, മോശമാണെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഇപ്പം ഒരു സിദ്ധരുടെ മണ്ഡപത്തിൽ പോകുന്നു, നല്ലതാണ്, നല്ല കാര്യം കേട്ടോ, മോശമാണെന്നല്ല പറഞ്ഞു. ചെയ്തോളൂ, ചെയ്തരില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ സ്വയം അവർ ചെയ്ത വിദ്യകൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അല്ലെ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയുമെങ്കിൽ അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും പരിവർത്തനം നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള മുരുകൻ്റെ ഒരു വിദ്യ ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് പരിവർത്തനം ഉണ്ടാകും ജീവിതത്തിൽ. ഇപ്പം അഗസ്ത്യരെ പോലെ ക്രിയാ ബാബാജിയും ആ ഒരു അവസ്ഥയിൽ എത്തിയെങ്കിൽ ആ അഗസ്ത്യർ ചെയ്ത വിദ്യ അഗസ്ത്യർ ക്രിയാ ബാബാജിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. അത് വിദ്യ അഭ്യസിച്ചുകൊണ്ടാണ്. വിദ്യ അഭ്യസിക്കണം. അല്ലാതെ അഗസ്ത്യരെ എത്ര പ്രാർത്ഥിച്ചാലും എത്ര പൂവിട്ടാലും എത്ര സ്തുതിച്ചാലും അഗസ്ത്യർ ആയി തീർന്ന രീതിയിൽ ആകണമെന്നില്ല. അഗസ്ത്യർ ആ ക്രിയായോഗ എന്നുള്ള വിദ്യ ബാബാജിക്ക് കൊടുത്തപ്പോഴാണ് ബാബാജി ആ അഗസ്ത്യരെ പോലെ ആയത്. അപ്പോൾ അത് നമ്മൾ ആ വിദ്യ ചെയ്യേണ്ടത്. ഇപ്പം ശിവനായിട്ടിരിക്കുന്നത് ശിവൻ ചെയ്യുന്ന വിദ്യകളുണ്ട്. അല്ലെങ്കിൽ ഏതൊരു യോഗിയായി തീർന്നാൽ അവർക്ക് ഗുരു കൊടുത്തൊരു വിദ്യയുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു വിദ്യയുണ്ട്. അവരുടെ ഉള്ളിൽ പരിവർത്തനം വന്നുകൊണ്ടാണ് അവർ മാറിയിരിക്കുന്നത്. അല്ലാതെ എത്ര ഒരു ഭജനയിൽ പങ്കെടുത്താലും എത്ര സ്തുതിച്ചാലും അത് ഫലം കിട്ടും എന്ന് വെച്ചാൽ കുറച്ച് അനുഗ്രഹം കിട്ടും. പക്ഷെങ്കിലും അൾട്ടിമേറ്റായിട്ടുള്ള നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളുടെ ഉള്ളിലൊരു മാറ്റം, നിങ്ങൾ അവരെ പോലെ ആകണമെന്നുണ്ടെങ്കിൽ ആ വിദ്യ ചെയ്യണം. അതാണ് അറിയേണ്ടത്. ഞാൻ പരമാവധി അത്തരത്തിലുള്ള വിദ്യകളാണ് പറഞ്ഞു തരുന്നത്. അഗസ്ത്യരുടെ താളിയോലയിലെ ശൈവ വിദ്യകൾ, മുരുകൻ്റെ വിദ്യ, ഭദ്രകാളിയുടെ വിദ്യ, ശിവൻ്റെ എത്രയോ സൂക്ഷ്മ വിദ്യകൾ, അതൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. പറഞ്ഞ മനസ്സിലായി. അല്ലാതെ നിങ്ങൾ എൻ്റെ പുറകെ നടക്കണമെന്നോ എന്നെ ഒരു ഗുരുവായിട്ട് വിചാരിക്കണമെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. എന്നെ നിങ്ങൾ കണ്ടാൽ മിണ്ടുപോലും ചെയ്യണ്ട. നിങ്ങൾ ആ വിദ്യ ശരിയായിട്ട് ചെയ്താൽ മതി. അവിടെയാണ് മാറ്റം ഉണ്ടാകുന്നത്. അതാണ് പഠിക്കേണ്ടത്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ എന്നെ കുറെ പുകഴ്ത്തുക, എൻ്റെ പുറകെ നടക്കുക, എൻ്റെ ശിഷ്യനാകുക ഒന്നും, ഞാൻ ശിഷ്യനുമല്ല ഗുരുവല്ല, ഒന്നും അല്ല ഞാൻ പറയുന്നത്. അതൊന്നും അല്ല വേണ്ടത്. ആ വിദ്യ എന്താണോ അത് നിരന്തരം അഭ്യസിക്കുക.
അതാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലെ ഈശ്വര ബോധത്തെ നിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള സത്യസന്ധമായ സനാതനമായ കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കുക, അതിനെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോഴാണ് ജീവിതം മാറുന്നത്. അല്ലാതെ അവിടെ ഇവിടെയും കാണുന്നതിൻ്റെ എല്ലാം പുറകെ നടന്നാൽ ലാസ്റ്റ് എന്ത് പറ്റും? നിങ്ങളൊരു വണ്ടി ഓടിക്കുന്നു വിചാരിക്കുക, കാണുന്ന വഴിയൊക്കെ കയറി ഓടിയ അവസാനം എന്നാ പറ്റും? അതുപോലാണ് ഈ പല കാര്യങ്ങളിലും പുറകെ പോയാൽ. ഒരാൾ പറയാം അത് അങ്ങനെ ഇങ്ങനെ അറിയുന്നോണ്ട് തെറ്റില്ല, പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണോ, നമ്മുടെ അനുഭവത്തിൽ വരുന്നത് എന്താണോ, അത് ശരിയായ ഒരു വഴി തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അത് പലത് കാണാം, പലത് അറിയാം, എന്നിട്ട് നിങ്ങൾ ശരിയായിട്ട് ഒരു വഴി തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ എന്നും നിങ്ങൾ പല കാര്യങ്ങളുടെ പുറകെ പോയി ഒരിടത്തും എത്തത്തില്ല. ഒരു വിദ്യ തന്നെ നിരന്തരം ചെയ്യണം, ബാക്കി കൂടുതൽ ചെയ്യണം. ഒരു വിദ്യ തന്നെ കൂടുതൽ ചെയ്യണം, മറ്റു വിദ്യകളും ചെയ്യാം. ഒരു വിദ്യ കൂടുതൽ ചെയ്യണം, നിരന്തരം ചെയ്യണം. അവിടെയാണ് മാറ്റം ഉണ്ടാകുന്നത്. ഞാൻ എൻ്റെ അറിവുകളും അനുഭവങ്ങളുമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ല തള്ളിക്കളയാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ യോഗാ ദിനത്തിൽ മുരുകൻ്റെ ഒരു വിദ്യ പറഞ്ഞു തരാൻ സാധിച്ചത് മുരുക ഭഗവാന്റെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനീ പറഞ്ഞു തന്ന ചെറിയ സംഭവമൊന്നുമല്ല കേട്ടോ, വലിയ സംഭവമാണ്. പിന്നെ ഞാനിങ്ങനെ ഒരു സാധാരണ രീതി ഇരുന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ വില മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. അറിയാവുന്നവർക്കറിയാം. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്ത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായവർക്കറിയാം. ഇതൊന്നും ചെറിയ സംഭവമല്ല, ചെറിയ കാര്യങ്ങളല്ല ഈ പറയുന്നത്. അല്ലാതെ ഇപ്പം പുതിയതായിട്ട് വീഡിയോ കാണുന്ന ഒരാൾ വിചാരിക്കും, ഓ ഇതന്നെ വലിയ കാര്യമൊന്നും അല്ലെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇതൊരു വലിയ സംഭവമാണ്. ഇത് ഒരു എത്രയോ വർഷങ്ങൾ, എത്രയോ ജന്മങ്ങൾ ഒരു ഗുരുവിൻ്റെ പുറകെ നടന്നാൽ കിട്ടാത്ത വിദ്യയായി പറഞ്ഞായിരുന്നു. ഇപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, മുരുക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവരുടെയും ജന്മം സ്വാർത്ഥകമാകട്ടെ. എല്ലാവരുടെയും ജന്മത്തിലേക്ക് സത്യബോധം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഈശ്വരകൃപ, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകട്ടെ. ലോക സമസ്ത സുഖനോ ഭവന്തു. തത്വം അസി. എല്ലാം നിൻ്റെ ഉള്ളിലാണ്, നീ തന്നെയാണെന്ന്, അത് നീയാകുന്നു. അത്രയേ ഉള്ളൂ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അഹം ബ്രഹ്മാസ്മി. എല്ലാം നിൻ്റെ ഉള്ളിൽ തന്നെയാണ്, നീ തന്നെയാണ് സർവം. നിൻ്റെ ഉള്ളിലാണല്ല. ഉള്ളിലുള്ള നിന്നെ അറിയാൻ ശ്രമിക്കുക, ഉള്ളിലുള്ള ഈശ്വരനെ അറിയാൻ ശ്രമിക്കുക. പുറമേ ഉള്ള ഈശ്വരനെയും വണങ്ങുകയും അറിയുകയും ചെയ്യണം. അതോടൊപ്പം ഉള്ളിലുള്ള ഈശ്വരനെ കൂടെ കാണാൻ ശ്രമിക്കുക. അപ്പോഴാണ് ജീവിതത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടാകും. നിങ്ങൾക്ക് ഞാനീ പറയുന്ന പല വിദ്യകളും നിങ്ങളെ വലിയൊരു മനസ്സമാധാനം, സന്തോഷം, ഐശ്വര്യം, സമ്പത്ത്, ഈശ്വരവിശ്വാസം, നന്മ, സത്യബോധം ഇതിലേക്കൊക്കെ നയിക്കുന്ന കാര്യമാണ്. കാരണം ഇത് ഞാൻ പറയുന്നത്, ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിരുന്നു, എനിക്ക് ഒരു സ്വപ്നദർശനം ശിവഭഗവാന്റെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത്തരം നല്ല കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ഭഗവാൻ എനിക്കൊരു സ്വപ്നദർശനത്തെ അരുളപ്പാട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള നിഗൂഢമായ വിദ്യകൾ പറഞ്ഞു തരുന്നത്. പറഞ്ഞാൽ മനസ്സിലാകും. അതുപോലെ ഇത്തരം വിദ്യകളൊന്നും ആർക്കും കേട്ട് കഴിവ് പോലും ഇല്ല. കേട്ടാൽ വിലമൻ്റെ അടിച്ചു പോകും. അത്രയുള്ള വിദ്യകളായി പറഞ്ഞു തരുന്നത്. അപാനനിലെ പ്രാണനെ കൊണ്ടുവന്ന്, പ്രാണനെ വിശുദ്ധി കൊണ്ടുവന്ന്, വിശുദ്ധിയിൽ നിന്ന് ആജ്ഞയെ കൊണ്ടുവന്ന്, ആജ്ഞയിൽ സഹസാരത്തെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അത് സംഭവം വേറെ ലെവലാണ്. വേറെ ലെവലെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകുന്നത്. എത്രയോ ജന്മങ്ങളായിട്ടുള്ള കർമ്മദോഷം, പാപങ്ങൾ എല്ലാം അവിടെ മാറും. ആ ദേവതയുടെ അനുഗ്രഹം ഉള്ളിൽ വരികയാണ്, ഉള്ളിൽ അനുഭവിക്കുകയാണ്. അവിടെ യാതൊരു മീഡിയേറ്ററും വേണ്ട. പറഞ്ഞ് മനസ്സിലായി. നിങ്ങൾക്ക് യാതൊരു മീഡിയേറ്റർ, ഒരു ഗുരുവോ ഒന്നും വേണ്ട. നിങ്ങൾ ഗുരുവായിട്ട് മുരുകനെ സങ്കല്പിക്കുക, എന്നിട്ട് ചെയ്യുക. എൻ്റെ കാര്യം ചിന്തിക്കുക പോലും ചെയ്യേണ്ട. കാരണം ഞാൻ ആരുമല്ല, ഞാനൊന്നുമല്ല. ഞാൻ ഭഗവാനെ എപ്പോഴും ധ്യാനിച്ചിരിക്കുന്ന ഒരു വ്യക്തി. അതിലൊക്കെ പിന്നെ എനിക്ക് യാതൊന്നുമില്ല. നിങ്ങൾ ഭഗവാനെ, മുരുകനെ തന്നെ ഗുരുവായിട്ട് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്ക് മുരുകക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാൻ ഒരു പഞ്ചാമൃത അഭിഷേകമോ പഞ്ചാമൃത നിവേദ്യമോ ഒക്കെ കൊടുക്കണം. ക്ഷേത്രത്തിൽ പോകുമ്പോൾ, മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാന് പാനകമോ പഞ്ചാമൃത നിവേദ്യമോ പഞ്ചാമൃത അഭിഷേകമോ ഒക്കെ ഇടയ്ക്ക് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കൊടുക്കണം. അതുകൂടെ ചെയ്യണം. കാരണം അതുകൂടെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു സിദ്ധരുടെ സമാധി പോകാൻ അനുഗ്രഹം കിട്ടിയത് മുരുകൻ്റെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ധ്യാനിച്ച ശേഷമാണ്. മുരുകനാണ് എനിക്ക് വഴി കാട്ടിത്തന്നത്. അപ്പം മുരുകന് ആ മഹത്തായ ഗുരു തന്നെയാണ്. മഹത്തായ ഗുരുവാണ് മുരുകൻ. പിന്നെ മുരുകനെ അറിയേണ്ടത് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി തൊഴുന്നതോടൊപ്പം നിങ്ങളുടെ ഉള്ളിൽ അറിയാൻ ശ്രമിക്കണം. ഈ ഒരു വിദ്യ ചെയ്താൽ മതി.
സമ്പൂർണമാണ്, പരിപൂർണമാണ്, പൂർണ്ണമാണ്, സെനത്താണ്, ഏറ്റവും ടോപ്പായിട്ടുള്ള വിദ്യയാണ് പറഞ്ഞത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ യോഗാദിനം മാത്രമല്ല, എന്നും നിങ്ങൾ ചെയ്യുന്ന യോഗവിദ്യകൾ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടെ മനസ്സിൻ്റെ ഭാഗമാകണം. അപ്പോഴാണ് അത് നിങ്ങളിൽ പരിവർത്തനം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതെപ്പോഴും ആ ഏത് കാര്യം മനസ്സുകൊണ്ട് ചെയ്യണം, നിത്യേന ചെയ്യണം. അപ്പോഴാണ് മനസ്സിൻ്റെ ഭാഗമാകുന്നത്. അതേ പരിവർത്തനം ഉണ്ടാക്കത്തുള്ളൂ, ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക്. അല്ലേ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് എനിക്ക് ഏതൊരു കാര്യം ചെയ്താൽ റിസൾട്ട് കിട്ടണം എന്നൊരു റിസൾട്ട് കിട്ടണം, അങ്ങനെയുള്ള എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് ഇറങ്ങാറുള്ളൂ. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ വിദ്യകളൊക്കെ നിങ്ങൾക്ക് ബലം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഗുണമുണ്ടാകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കൊടുക്കണം. എല്ലാവരും രക്ഷപ്പെടട്ടെ. നമുക്ക് ഈ ജീവിതത്തിൽ വേറൊന്നുമില്ല, എല്ലാവർക്കും ഗുണമുണ്ടാകട്ടെ. ഒരാൾക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നു, സന്തോഷം കിട്ടുന്നു, ജീവിക്കാനുള്ളൊരു സമ്പത്ത് കിട്ടുന്നു, ഇതൊക്കെ വലിയ സന്തോഷമാണ്. എന്നോട് എത്രയോ ആളുകളാണ് ദിവസം വാട്സപ്പിൽ പറയുന്നത്, സാറേ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു അവരുടെ ഏതാണ്ട് ഡോക്യുമെൻറ്റ്സ് ഫയൽ ഏതാണ്ട് അത്യാവശ്യമുള്ള കാര്യം കാണാതെ പോയി. ഭദ്രകാളിക്ക് കുളിച്ചീറനോടെ അറുനാഴി പായസം കഴിഞ്ഞപ്പോൾ അത് കിട്ടി. അതൊക്കെ എന്തൊരു സന്തോഷമാണ്. ഇത് ഞാൻ എൻ്റെ നാക്കുകൊണ്ട് പറഞ്ഞു കൊടുത്ത വിദ്യയാണ്. അതുപോലെ ആധാരം പോയവർക്ക് 2 പേരുടെ അനുഭവം ഞാൻ പറഞ്ഞു. അതുപോലെ 1.5 പവൻ കാണാൻ പോയ കിട്ടിയത്. അതുപോലെ ജോലി, സ്ഥലം വിറ്റ്, വീട് വാങ്ങിയ, എവരിത്തിങ്. എത്ര അനുഭവം. നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ബുദ്ധിമുട്ടെന്ന് പറയാം. പിന്നെ ഈ കലഹം വീട്ടിലെ മാറാൻ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം നല്ല കാര്യങ്ങൾ. കുട്ടികൾക്ക് ധൈര്യം ഉണ്ടാക്കാൻ, ബുദ്ധി വർദ്ധിക്കാൻ, കുട്ടികൾ നല്ല രീതിയിൽ വരാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നെടുത്ത വീഡിയോയുടെ പുറകിലത്തെ വീഡിയോ കുട്ടികൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകാൻ, മിടുക്കന്മാരാകാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, വിദ്യകൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ക്യാപ്ഷൻ 2 അക്ഷരം ഉരുവിട്ടാൽ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാകാനും ഭയം മാറാനും ഒക്കെയുള്ള നല്ല പ്രാർത്ഥനകളുമൊക്കെ. ഇത് വേറെ എങ്ങും ഇതുപോലെ നിങ്ങൾക്ക് കിട്ടത്തില്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.